അതെ, ഭഗവത്ഗീതയിലെ എല്ലാം മാറ്റിമറിച്ച ആ ഒരൊറ്റ നിമിഷത്തിലേക്ക് നമുക്ക് ഒരുമിച്ചൊന്ന് ഇറങ്ങിച്ചെല്ലാം. അപ്പോ ഇതാണ് ആ ശ്ലോകം. നമുക്കിതിന്റെ അർത്ഥമൊന്ന് നോക്കാം. അപ്പോൾ ധൃതരാഷ്ട്രരുടെ പുത്രന്മാരെ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നത് കണ്ടിട്ട് പാണ്ഡുവിന്റെ പുത്രനായ അർജുനൻ തന്റെ വില്ലുയർത്തി ഋഷികേശനോട് ഈ വാക്കുകൾ പറഞ്ഞു. ഒറ്റനോട്ടത്തിൽ ഇതൊരു സാധാരണ വിവരണം പോലെ തോന്നും, അല്ലേ? പക്ഷേ ഈ ലളിതമായ വാക്കുകളാണ് ഒരു മഹാസമുദ്രം പോലെയുള്ള ജ്ഞാനത്തിന് തുടക്കമിടുന്നത്. അതെ, ശരിക്കും പറഞ്ഞാൽ ഈ ശ്ലോകം ഒരു വാതിൽ പോലെയാണ്. ആ വാതിലിന് പുറത്ത് ആയുധങ്ങളുടെ മുഴക്കവും യുദ്ധത്തിന്റെ ബഹളവുമാണ്. പക്ഷെ അകത്ത് മനസ്സിന്റെ ഒരു കൊടുങ്കാറ്റാണ്. ആ വാതിൽ കടന്നാണ് നമ്മൾ ഗീതയുടെ ഹൃദയത്തിലേക്ക് കയറി ചെല്ലുന്നത്. ആ ഒരു രംഗം നിങ്ങളുടെ മനസ്സിലൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ലക്ഷക്കണക്കിന് യോദ്ധാക്കൾ ഇരുവശത്തുമായി നിൽക്കുന്നു. യുദ്ധം തുടങ്ങാൻ മുഴക്കിയ ശംഖുകളുടെ ശബ്ദം അന്തരീക്ഷത്തിൽ നിന്നും മാഞ്ഞുപോയി. ഇപ്പോഴവിടെ ആകെയുള്ളത് ഒരുതരം ഭീകരമായ നിശബ്ദതയാണ്. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്നറിയാത്ത, നെഞ്ചിടിപ്പ് മാത്രം കേൾക്കാൻ പറ്റുന്ന ഒരു നിശബ്ദത. ഈ സ്ലൈഡിലേക്കൊന്ന് നോക്കിക്കേ. ഭയങ്കര രസകരമായൊരു കാര്യമാണിത്. ഒരു വശത്ത് പാണ്ഡവരുടെ ശംഖുലി കേട്ടപ്പോ അത് അവരുടെ ശക്തിയുടെ ഒരു പ്രഖ്യാപനമായിരുന്നു. പക്ഷെ മറുവശത്ത് കൗരവരുടെ നെഞ്ചിൽ അതേ ശബ്ദം ഒരു ഭയമായിട്ടാണ് ചെന്ന് തറച്ചത്. അവരുടെ ആത്മവിശ്വാസം തകർന്നു. കണ്ടോ, ഒരേ ശബ്ദം, പക്ഷേ ഇരുപക്ഷത്തിന്റെയും മനസ്സിലിരുപ്പ് എന്താണെന്ന് ആ നിശ്ശബ്ദതയിൽ വ്യക്തമാവുകയായിരുന്നു. ഇനി ഈ നിശ്ശബ്ദതയെ ഭേദിച്ചുകൊണ്ട് യഥാർത്ഥ കഥ തുടങ്ങുന്നത് ഒരൊറ്റ വാക്കിലാണ്: അധ. സംസ്കൃതത്തിൽ അധ എന്ന് പറഞ്ഞാൽ വെറുതെ അപ്പോൾ എന്നല്ല അർത്ഥം. ഇനി ശ്രദ്ധിക്കൂ, ആമുഖമൊക്കെ കഴിഞ്ഞു, യഥാർത്ഥ സംഭവം തുടങ്ങാൻ പോവുകയാണ് എന്നൊരു സൂചന കൂടിയാണിത്. അപ്പോ ആ നിർണായക നിമിഷത്തിൽ അർജുനന്റെ കാഴ്ചപ്പാടിൽ ഞെട്ടിക്കുന്നൊരു മാറ്റം സംഭവിക്കുകയാണ്. അതുവരെ തന്റെ മുന്നിൽ ശത്രുസൈന്യത്തെ മാത്രം കണ്ടിരുന്ന കണ്ണുകൾ പെട്ടെന്ന് ആ ആൾക്കൂട്ടത്തിനിടയിലെ ഓരോ മുഖങ്ങളെയും തിരിച്ചറിയാൻ തുടങ്ങുന്നു. ആ ശ്ലോകത്തിലെ ദൃഷ്ട്വ എന്ന വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. ദൃഷ്ട്വ എന്നാൽ കണ്ടിട്ട്. ഇതൊരു സാധാരണ നോട്ടമല്ല. ശത്രുനിരയെ വെറുതെയൊന്ന് കണ്ണോടിക്കുകയല്ല അർജുനൻ ചെയ്യുന്നത്. അയാൾ ശരിക്കും കാണുകയാണ്. ആഴത്തിൽ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് തുളച്ചു കയറുന്ന ഒരു നോട്ടം. ആ ഒറ്റ നോട്ടത്തിലാണ് യുദ്ധത്തിന്റെ ഗതി തന്നെ മാറിമറിഞ്ഞത്. നോക്കൂ, ഇതാണ് അർജുനന്റെ യഥാർത്ഥ പ്രതിസന്ധി. അയാൾ കാണേണ്ടിയിരുന്നത് ശത്രുക്കളെയാണ്. പക്ഷെ അയാൾ കണ്ടതോ തന്നെ അസ്ത്രവിദ്യ പഠിപ്പിച്ച ഗുരുക്കന്മാരെ, തോളിൽ കയ്യിട്ട് നടന്ന കൂട്ടുകാരെ, വാത്സല്യം തന്ന മുത്തശ്ശന്മാരെ, സ്വന്തം കുടുംബത്തെ. ഇവർക്കെതിരെയാണോ ഞാൻ ആയുധമെടുക്കേണ്ടത്? ആ ചോദ്യം ഒരു തീ പോലെ അവന്റെ ഉള്ളിൽ പടരുകയായിരുന്നു. ഇനി നമ്മൾ എത്തുന്നത് കഥയിലെ ഏറ്റവും പിരിമുറുക്കമുള്ള നിമിഷത്തിലേക്കാണ്. ആയുധങ്ങൾ പ്രയോഗിക്കാൻ ഇനി ഒരു സെക്കൻഡ് മാത്രം ബാക്കി. എന്നാൽ ചിലപ്പോൾ ഏറ്റവും ശക്തമായ തീരുമാനമെന്ന് പറയുന്നത് ഒന്നും ചെയ്യാതിരിക്കുന്നതാണ്. ഒരു നിമിഷത്തേക്ക് നിശ്ചലനാവുന്നതാണ്. ഈ 4 കാര്യങ്ങൾ നോക്കൂ. ഇതെല്ലാം സംഭവിക്കുന്നത് കണ്ണ് ചിമ്മി തുറക്കുന്ന സമയത്തിനുള്ളിലാണ്. 1. ആയുധം പ്രയോഗിക്കാനുള്ള സമയം വരുന്നു. 2. ഒരു യോദ്ധാവിന്റെ സഹജവാസനയോടെ അവൻ തന്റെ ഗാണ്ഡീവം ഉയർത്തുന്നു. 3. പക്ഷെ അവൻ അമ്പെയ്യുന്നില്ല. അതാണ് ആ വലിയ വഴിത്തിരിവ്. 4. അവൻ സംസാരിക്കാനായി, തന്റെ സംശയങ്ങൾ ചോദിക്കാനായി കൃഷ്ണനിലേക്ക് തിരിയുന്നു. ആയുധത്തിന് പകരം അവൻ വാക്കുകളെ തിരഞ്ഞെടുക്കുകയാണ്. പക്ഷെ നമ്മൾ ഓർക്കണം, അർജുനൻ ആ രഥത്തിൽ തനിച്ചല്ല. ആ രഥത്തിന്റെ കടിഞ്ഞാൻ പിടിച്ചിരിക്കുന്നത് വെറുമൊരു സാരഥിയല്ല. ആ നിർണായക നിമിഷത്തിൽ അർജുനൻ ആരോടാണ് സംസാരിക്കാൻ തിരിയുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അർജുനൻ കൃഷ്ണനെ വിളിക്കുന്നത് ഋഷികേശൻ എന്നാണ്. എന്താണ് ഈ വാക്കിനർത്ഥം? ഇന്ദ്രിയങ്ങളുടെ നാഥൻ. അതായത് നമ്മുടെ കാഴ്ച, കേൾവി, ചിന്തകൾ, വികാരങ്ങൾ, ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നവൻ. തന്റെ മനസ്സ് കൈവിട്ടു പോവുകയാണോ, തന്റെ ഇന്ദ്രിയങ്ങൾ തന്നെ ചതിക്കുകയാണോ എന്ന ഭയത്തിൽ എല്ലാത്തിന്റെയും നിയന്ത്രണമുള്ള ആ പരമമായ ശക്തിയോടാണ് അർജുനൻ സഹായം അഭ്യർത്ഥിക്കുന്നത്. ഇവിടെ ഏറ്റവും ഗംഭീരമായ കാര്യം കൃഷ്ണന്റെ പ്രതികരണമാണ്. അദ്ദേഹം ഒന്നും പറയുന്നില്ല. അർജുനന്റെ ഉള്ളിലെ കൊടുങ്കാറ്റ് കൃഷ്ണന് നന്നായി അറിയാം. അവൻ എന്തു പറയാൻ പോകുന്നു എന്നും അറിയാം. പക്ഷേ അദ്ദേഹം ഇടപെടുന്നില്ല. ചിലപ്പോൾ ഒരു പ്രതിസന്ധിയിൽ നിന്ന് കരകയറണമെങ്കിൽ ആദ്യം ആ പ്രതിസന്ധിയുടെ ആഴങ്ങളിലേക്ക് വീഴേണ്ടി വരും. ആ വീഴ്ചയ്ക്ക് കൃഷ്ണൻ തന്റെ മൗനം കൊണ്ട് ഇടം കൊടുക്കുകയാണ്. കാരണം ആ വീഴ്ചയിൽ നിന്നാണ് ഗീത ജനിക്കുന്നത്. ശരി, ഇനി ഈ കഥയിൽ നിന്ന് നമുക്ക് നമ്മളിലേക്ക് വരാം. കുരുക്ഷേത്രം ഒരു പക്ഷേ 5000 വർഷം മുമ്പായിരിക്കാം. പക്ഷെ അർജുനന്റെ ഈ പ്രതിസന്ധി നമുക്കെല്ലാവർക്കും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാവും. ഒരു വലിയ തീരുമാനമെടുക്കാൻ കഴിയാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന നമ്മുടെ എല്ലാം ജീവിതത്തിലെ നിമിഷങ്ങളില്ലേ, അതാണ് നമ്മുടെ കുരുക്ഷേത്രം.
അപ്പോൾ നമ്മുടെ സ്വന്തം യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാൻ കഴിയും? 1. സാഹചര്യത്തെ സത്യസന്ധമായി കാണുക, ഒളിച്ചോടരുത്. 2. പ്രവർത്തിക്കാൻ തയ്യാറെടുക്കുക, അതായത് വില്ലുയർത്തുക. ഫലം എന്താകുമെന്ന് ഭയക്കേണ്ട. 3. നമ്മളെക്കാൾ വലിയൊരു ശക്തിയിൽ നിന്നോ ഒരു നല്ല സുഹൃത്തിൽ നിന്നോ ഒരു ഗുരുവിൽ നിന്നോ ഉപദേശം തേടുക. 4. ഏറ്റവും പ്രധാനം, സംസാരിക്കുക. നിങ്ങളുടെ ഭയവും സംശയവും തുറന്നു പറയുക. എല്ലാം ഉള്ളിലൊതുക്കുന്നത് ഒരു പരിഹാരമല്ല. നമ്മൾ ഒരു കാര്യം ഒരിക്കലും മറക്കരുത്. ഭഗവത്ഗീത പിറന്നത് ഏതെങ്കിലും ആശ്രമത്തിലെ ശാന്തമായ അന്തരീക്ഷത്തിലല്ല, ഒരു യുദ്ധക്കളത്തിലെ തകർച്ചയുടെ വക്കിലാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് പലപ്പോഴും നമ്മൾ ഏറ്റവും നിസ്സഹായരായി നിൽക്കുമ്പോഴാണ്. അതുകൊണ്ട് പ്രതിസന്ധികൾ ഒന്നിന്റെയും അവസാനമല്ല, പുതിയ തിരിച്ചറിവുകളുടെ തുടക്കമാണ്. അതുകൊണ്ട് എന്റെ ചോദ്യം നിങ്ങളോടാണ്: ജീവിതം നിങ്ങളുടെ മുന്നിൽ ഒരു പ്രതിസന്ധി കൊണ്ടിടുമ്പോൾ, അതിനെ നേർക്കുനേർ കാണാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാകുമ്പോൾ, നിങ്ങളുടെ അടുത്ത ചുവട് എന്തായിരിക്കും? അർജുനന്റെ കഥ ഒന്നുകൂടി ഓർത്തുനോക്കൂ. അവൻ സത്യത്തെ കണ്ടു. അവൻ തന്റെ കർമ്മം ചെയ്യാൻ വില്ലുയർത്തി. പക്ഷേ അതിനു മുമ്പ് അവൻ ജ്ഞാനത്തിനായി കൃഷ്ണനിലേക്ക് തിരിഞ്ഞു. അവൻ സംസാരിച്ചു. ആ സംസാരത്തിൽ നിന്നാണ് ഭഗവത്ഗീത എന്ന അമൃത് ഒഴുകി വന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രതിസന്ധിയുടെ പടിവാതിലിൽ നിൽക്കുമ്പോൾ, നിങ്ങളുടെ മൗനം ഭേദിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ, ആ വാക്കുകൾ എങ്ങനെയുള്ളൊരു നല്ല നാളേക്ക് ജന്മം നൽകും? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.